കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു കൈപ്പക്കൻ്റെ അച്ചാറാണ് ഇടുന്നത്. 2 കൈപ്പക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കൈപ്പക്ക മുറിച്ച് വെച്ചാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യമില്ല, ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് അതിന് പകുതി എടുത്താണ്. പിന്നെ നമുക്കൊരു വെല്ലം എടുക്കുക, ഒരച്ച്, അത്രയും വേണ്ട, അതിന് പകുതി ഇട്ടാൽ മതി. പുളി ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞ വെള്ളമാണിത്. അതൊരു പാൻ വെച്ച് ഞാൻ അതിലൊഴിച്ച് നന്നായി ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ അത്രയും വെല്ലെടുത്തിട്ടില്ല, അതിൻ്റെ പകുതി വെല്ലമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേരട്ടെ. നമുക്ക് അപ്പത്തിന് എന്ത് ചെയ്യുക, അപ്പുറത്തൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി കടുകൊക്കെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് വാട്ടിയെടുക്കുക. ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഏതെണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. ഇത് ഒരുപാട് ദിവസമൊന്നും എടുത്ത് വെക്കാനുണ്ടാവില്ല, ഒരാഴ്ച അങ്ങനെ. ഒരു ചെറിയ 2 കൈപ്പക്കല്ലേ, അപ്പം അത്ര ആവശ്യമുള്ളൂ. അപ്പം അതിനായിട്ടുള്ള ചേരുവകൾ തന്നെ ഉള്ളൂ. ഇത് അപ്പം അത്രയ്ക്ക് മതി. ഇപ്പം നമുക്ക് സുർക്ക വേണമെങ്കിൽ സുർക്ക ഒഴിക്കാം. ഞാൻ ഇപ്പോൾ സുർക്ക ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പുളി എടുത്തൊഴിച്ചത്. അതിൽ കുറച്ച് പച്ചമുളക് ഇടാം. ക്യാപ്സിക്കൊന്നും വേണമെന്നില്ല, ഞാൻ ഉള്ളതുകൊണ്ട് ഇട്ടതെന്ന് ചെറുങ്ങനെ കടിച്ച് തിന്നാൽ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് വേണ്ട, കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് തരിക ഒക്കെ ഒന്ന് ചെയ്യുക. ഇത് കാണുന്നവരൊന്ന് ചെയ്യുക, ആരും ചെയ്യുന്നില്ല, പ്ലീസ് ഒന്ന് ചെയ്യുക. ഞാൻ ക്യാപ്സിക്കം ഞാൻ അതിലിട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും പുളിവെള്ളം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കൈപ്പക്ക അതിലിടാം. 2 ചെറിയ കൈപ്പക്ക, ഒരുപാട് വലിപ്പമൊന്നുമില്ല. നമുക്ക് ഒരുപാട് വെക്കാനൊന്നും പറ്റില്ല, ഇത് ഒരാഴ്ചനുള്ളിൽ തന്നെ തീരും. അപ്പം അത്രയും മതിയാവും. അതിൽ ലേശം ഉപ്പിട്ട് കുറച്ച് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. പുളിൻ്റെ വെള്ളം ഏകദേശം വറ്റി തുടങ്ങി. അതിലേക്ക് നമുക്ക് ലേശം മുളക് പൊടി ഇടാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ജീരകം ഉലുവയും വറുത്ത് പൊടിച്ചതാണ് 1 ടീസ്പൂൺ ഞാൻ അതിലേക്ക് ഇടുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ വേവിച്ച് വേവിലാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിൽ കിടന്നൊന്ന് നന്നായി സെറ്റ് ആവും. നന്നായി ഇളക്കി കൊടുത്തൊന്ന് അടച്ച് വെക്കുമ്പോഴത്തേനും അച്ചാർ സെറ്റാവും. അതിനുവേണ്ടി ഞാൻ വേവിലാണ് അവിടെ നിന്ന് എണ്ണയിൽ നിന്ന് വേവിച്ചതാണിത്. ഒരു വേവ് എടുത്തിട്ടുള്ളൂ. അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് അതിലത്തെ എല്ലാം വെള്ളം ഇറങ്ങി, വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല, അതിലത്തെ വെള്ളത്തിൽ തന്നെ ഫ്ലെയിം ചെറുതാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയത്. ഒരു തിളപ്പിച്ച ആറിയ വെള്ളം ഒരു 1/4 ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രേവി കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി. നമുക്ക് അങ്ങനെ എടുത്ത് വെക്കാനൊന്നുമല്ല, നമുക്ക് അപ്പോൾ ഒരു വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ച് നമുക്കങ്ങനെ ഉണ്ടാക്കാം. കൈപ്പക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സംഭവം സെറ്റ്.